ഈശ്വരന്മാരെ മാംസചക്ഷുസുകൊണ്ട് കാണാമായിരുന്ന ദിവ്യനായ വിൽവമംഗലത്ത് സ്വാമിയാരെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ കേരളീയരിൽ അധികം പേരുണ്ടായിരിക്കുമെന്ന് തോന്നുന്നില്ല. ഈ സ്വാമിയാർ നിമിത്തം കേരളത്തിൽ അനേകം ക്ഷേത്രങ്ങളും ഏർപ്പാടുകളും ഉണ്ടായിട്ടുണ്ട്. അവയെക്കുറിച്ചും കേട്ടിട്ടില്ലാത്തവരും ചിലരുണ്ടായിരിക്കാം. അങ്ങനെയുള്ളവരുടെ അറിവിലേക്കായി ഒരു കഥ പറഞ്ഞുകൊള്ളുന്നു. ഒരു വിൽവമംഗലത്ത് നമ്പൂരി അദ്ദേഹത്തിന്റെ ഇല്ലത്തുനിന്നും 2-3 നാഴിക അകലെയുള്ള ഒരു അമ്പലവാസി സ്ത്രീയെ സംബന്ധം ചെയ്തിരുന്നു. അദ്ദേഹത്തിന് ആ ഭാര്യയെക്കുറിച്ച് അളവറ്റ പ്രേമമുണ്ടായിരുന്നതിനാൽ അദ്ദേഹം എവിടെയെല്ലാം പോയാലും എന്തെല്ലാം പ്രതിബന്ധങ്ങൾ നേരിട്ടാലും രാത്രിയിൽ ഭാര്യഗൃഹത്തിൽ ചെന്നല്ലാതെ കിടക്കുകയില്ലെന്ന് നിശ്ചയം ചെയ്തിരുന്നു. ഒരു ദിവസം ഉച്ചയായപ്പോൾ മുതൽ അതികലശലായിട്ട് മഴ തുടങ്ങി. നമ്പൂരി അത്താഴം കഴിഞ്ഞു മഴ മാറാനായി വളരെ നേരം കാത്തിരുന്നു. 10 നാഴിക രാജെന്നിട്ടും മഴ മാറിയില്ല. അപ്പോൾ കറുത്ത പക്ഷമായിരുന്നതിനാൽ അതികഠിനമായ ഇരുട്ടുമുണ്ടായിരുന്നു. എങ്കിലും പുറപ്പെടുക തന്നെയെന്ന് നിശ്ചയിച്ച് അദ്ദേഹം ചൂട്ടും കത്തിച്ച് ഇല്ലത്തുനിന്ന് പുറപ്പെട്ടു. കുടയുണ്ടായിരുന്നുവെങ്കിലും കാറ്റിടികൊണ്ട് നനഞ്ഞു. അരനാഴിക കഴിയുന്നതിനു മുമ്പ് ചൂട്ടുകെട്ടു. പിന്നെ കൂരിരുട്ടുകൊണ്ട് കണ്ണ് തീരെ കാണാൻ പാടില്ലായിരുന്നു. എങ്കിലും തപ്പിത്തടഞ്ഞ് അദ്ദേഹം മുമ്പോട്ട് തന്നെ നടന്നു. അങ്ങനെ ഒരു വിധത്തിൽ മധ്യമാർഗമുണ്ടായിരുന്ന പുഴക്കടവിൽ ചെന്നു ചേർന്നു. രാവിലെ ഭാര്യഗൃഹത്തിൽ നിന്ന് പോന്ന സമയം ആ പുഴയിൽ അദ്ദേഹത്തിന് കഷ്ടിച്ചു പാദം മുങ്ങാൻ മാത്രമേ വെള്ളമുണ്ടായിരുന്നുള്ളൂ. രാത്രിയായപ്പോഴേക്കും കിഴക്കൻ വെള്ളം വന്ന് പുഴ നിറഞ്ഞു കവിഞ്ഞൊഴുകി തുടങ്ങിയിരുന്നു. കടവിലെങ്ങും ആളുമില്ല, തോണിയുമില്ല. തുമ്പിക്കൈ വണ്ണത്തിൽ ധാര മുറിയാതെയുള്ള മഴയും അതികഠിനമായ കാറ്റുമുള്ള ആ സമയത്ത് വിളിച്ചാൽ ആരും കേൾക്കുകയുമില്ലെന്നോ. എന്താ നിവൃത്തി? പോകാതെയിരിക്കാനും പാടില്ല. ആകപ്പാടെ നമ്പൂരി ഏറ്റവും വിഷണ്ണനായിത്തീർന്നു. ആ സമയം ദൈവഗത്യ ഒരിടിമിന്നലുണ്ടായി. അപ്പോൾ ആ കടവിൽ ഒരു തടി അടുത്തു കിടക്കുന്നതായി അദ്ദേഹം കണ്ടു. ഉടനെ തപ്പിപ്പിടിച്ച് ആ തടിയിന്മേൽ കയറി കൈകൊണ്ടും കാൽകൊണ്ടും തുഴഞ്ഞ് ഒരു വിധത്തിൽ മറുകരയിലടുത്തു. കരച്ചിറങ്ങിയപ്പോൾ കാലിന്മേലൊരു കയറ് തടഞ്ഞു. തപ്പി നോക്കിയപ്പോൾ അതാ തടിയുടെ ഒരറ്റത്ത് കെട്ടിയിട്ടുള്ളതാണെന്ന് മനസ്സിലായി. അതിനാൽ നമ്പൂരി ആ തടി ഒഴുകിപ്പോകാതെ ഇരിക്കാനായി കയറിന്റെ ഒരറ്റം പിടിച്ച് ഒരു മരത്തിന്മേൽ കെട്ടിയിട്ടിട്ടാണ് പോയത്. ഏകദേശം അർദ്ധരാത്രിയായപ്പോഴേക്കും നമ്പൂരി നനഞ്ഞൊലിച്ച് ഭാര്യഗൃഹത്തിൽ ചെന്നു ചേർന്നു. അപ്പോൾ നമ്പൂരിയുടെ ഭാര്യ ഉറങ്ങിയിട്ടില്ലായിരുന്നു. അവർ വിളക്കത്ത് എന്തോ ഒരു പുസ്തകമെടുത്ത് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനാൽ നമ്പൂരി ചെന്ന് വിളിച്ച ഉടനെ വാതിൽ തുറന്നു. നമ്പൂരി മുണ്ടു പിഴിഞ്ഞ് തലയും മേലുമെല്ലാം തോർത്തിയതിനു ശേഷം അകത്ത് കടന്ന് ഈറൻ മാറിയപ്പോഴേക്കും ഭാര്യ മുറുക്കാനെടുത്തുകൊടുത്തു. നമ്പൂരി മുറുക്കിയതിന്റെ ശേഷം അന്ന് വഴിക്കുണ്ടായ കഷ്ടപ്പാടുകളെല്ലാം വിസ്തരിച്ചു ഭാര്യയെ കേൾപ്പിച്ചു. അതൊക്കെ കേട്ടപ്പോൾ ആ പതിവ്രതാരത്നത്തിന് വളരെ വിഷാദമുണ്ടായി. ആ സ്ത്രീ ഭർത്താവിനെ പോലെ തന്നെ വൈദിഷ്യമുള്ള കൂട്ടത്തിലായിരുന്നു. നമ്പൂരി വർത്തമാനമെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ ആ മുറിക്കകത്ത് ഭിത്തിയിന്മേൽ ആണി തറച്ചു തൂക്കിയിരുന്ന ചിത്രപടത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അവിടേക്ക് അടിയനെക്കുറിച്ചുള്ള ഏകാഗ്രചിത്തത്വം അങ്ങോട്ടായിരുന്നുവെങ്കിൽ ഇതിനു മുമ്പ് സായുജ്യം ലഭിക്കുമായിരുന്നു. ഈ ബ്രാഹ്മണജന്മം ഇപ്രകാരം തുലച്ചുകളയുന്നത് കഷ്ടം തന്നെ എന്നു പറഞ്ഞു. ആ ചിത്രപടം ശ്രീകൃഷ്ണന്റേതായിരുന്നു. ഭാര്യയുടെ ഈ വചനശല്യം നമ്പൂരിയുടെ ഹൃദയത്തിൽ നല്ലപോലെ കൊണ്ടുതറച്ചു. അതോടുകൂടി അദ്ദേഹത്തിന് പരമാർത്ഥ ജ്ഞാനമുണ്ടാവുകയും ചെയ്തു. കുറച്ചുനേരം അദ്ദേഹം ആ ചിത്രപടത്തിൽ തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് നിശ്ചേഷ്ടനായി ഇരുന്നതിന്റെ ശേഷം, ശരി തന്നെ, നീ പറഞ്ഞത് പരമാർത്ഥമാണ്. ഇപ്പോഴാണ് എനിക്ക് തത്വബോധമുണ്ടായത്. ഇപ്പോഴെന്റെ മനസ്സ് നിങ്കൽ നിന്ന് നിവർത്തിച്ച് ഭഗവാൻകൽ പതിഞ്ഞിരിക്കുന്നു. എന്റെ മനസ്സിനെ ദുർമാർഗത്തിൽ നിന്ന് തിരിച്ച് സന്മാർഗത്തിങ്കലാക്കി തീർത്ത നിന്നെ ഞാൻ എന്റെ ഗുരുവെന്ന് തന്നെ വിചാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും ആ ചിത്രപടത്തിൽ ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു. ആ സമയം ആ ദ്വിജേന്ദ്രന്റെ മുഖസുധാകരങ്കൽ നിന്ന് അനർഗളമായി പ്രവഹിച്ച പദ്യപരമ്പരയാണ് ശ്രീകൃഷ്ണ കർണാമൃതം എന്നു പറയുന്നത്. നമ്പൂരി ശ്ലോകങ്ങൾ ചൊല്ലിത്തുടങ്ങിയപ്പോൾ ആ സ്ത്രീ അവ എഴുതി തുടങ്ങുകയും ചെയ്തു. എന്നാൽ നമ്പൂരി ചൊല്ലിയ ശ്ലോകങ്ങളെല്ലാം ആ സ്ത്രീ എഴുതിയെടുത്തില്ല. നമ്പൂരി ശ്ലോകം ചൊല്ലിത്തുടങ്ങിയപ്പോൾ ആ ചിത്രപടം തലകുലുക്കി തുടങ്ങി. എന്നാൽ ചില ശ്ലോകങ്ങൾ ചൊല്ലിയപ്പോൾ തലകുലുക്കിയില്ല. ചിത്രപടം തലകുലുക്കി ശ്ലാഘിക്കാതെ ഇരുന്ന ശ്ലോകങ്ങൾ ആ സ്ത്രീ എഴുതിയുമില്ല. ശ്ലോകങ്ങളുടെ രസികത്വം കൊണ്ട ഭഗവാൻ സന്തോഷിച്ചാണ് ചിത്രപടം തലകുലുക്കുന്നതെന്നും ചില ശ്ലോകങ്ങൾക്ക് രസികത്വം മതിയാവാഞ്ഞിട്ടാണ് തലകുലുക്കാത്തതെന്നുമായിരുന്നു ആ സ്ത്രീയുടെ വിശ്വാസം. ശ്രീകൃഷ്ണ കർണാമൃതത്തിലുള്ള ശ്ലോകങ്ങൾ മുഴുവനും ചൊല്ലിക്കഴിഞ്ഞതിന്റെ ശേഷമേ നമ്പൂരി ആ ഇരുന്ന ഇരിപ്പിൽ നിന്ന് എണീറ്റുള്ളൂ. നമ്പൂരി പിന്നെ ഒന്നും മിണ്ടാതെ വെളിയിലിറങ്ങി നടന്ന് ആറ്റുകടവിലെത്തി തലേ ദിവസം താൻ കെട്ടിയിരുന്ന തടി അവിടെ കിടപ്പുണ്ടോ എന്ന് നോക്കിയപ്പോൾ അത് അവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നതായി അദ്ദേഹം കണ്ടു. പക്ഷേ അതൊരു മനുഷ്യന്റെ മൃതശരീരമായിരുന്നു. അപ്പോഴാണ് താൻ ശവത്തിന്മേൽ കയറിയാണ് നദീതരണം ചെയ്തതെന്നുള്ള പരമാർത്ഥം അദ്ദേഹത്തിന് മനസ്സിലായത്.
ആ ശവത്തിന്റെ കഴുത്തിൽ ഒരു കയറുമുണ്ടായിരുന്നതിനാൽ ആ മനുഷ്യൻ കെട്ടിത്തൂങ്ങി മരിച്ചതാണെന്നും ആ ശവം ആരോ കയറോടുകൂടി അഴിച്ചെടുത്ത് പുഴയിലിടുകയും ഒഴുക്കുകൊണ്ട് ഈ കടവിൽ വന്നു ചേരുകയും ചെയ്തതാണെന്നും അദ്ദേഹം ഊഹിച്ചു. നമ്പൂരി ഉടനെ ഒരു തോണി വരുത്തി അതിൽ കയറി അക്കരെ കടക്കുകയും ഇല്ലത്ത് ചെന്നതിന്റെ ശേഷം കുളിച്ച് 5 പേരെ കൊണ്ട് പുണ്യാഹം കഴിപ്പിക്കുകയും അധിക ദിവസം കഴിയുന്നതിനു മുമ്പ് സന്യസിക്കുകയും ചെയ്തു. കാലക്രമേണ അദ്ദേഹം വിൽവമംഗലത്ത് സ്വാമിയാരെന്ന് പ്രസിദ്ധനായിത്തീരുകയും ചെയ്തു. ഈ ശ്രീകൃഷ്ണ കർണാമൃതം പദ്യവൃന്ദം ശ്രീകൃഷ്ണനെക്കുറിച്ചുള്ളതും ശ്രോതാക്കൾക്ക് കർണാമൃതമായിട്ടുള്ളതുമാകയാലായിരിക്കാം അതിന് ശ്രീകൃഷ്ണ കർണാമൃതം എന്ന് നാമം സിദ്ധിച്ചത്. അഥവാ അത് ശ്രീകൃഷ്ണന് തന്നെ കർണാമൃതമായി തീർന്നതിനാലാണ് ഈ പേര് സിദ്ധിച്ചതെന്നും വരാം. ഹരേ കൃഷ്ണ. ജയ് ശ്രീ രാധേ രാധേ.